നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സ് എയർലൈൻസ് ദുബായിൽ നിന്ന് വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നതിന് വാർത്തയാണ് ഇപ്പോൾ പ്രവാസികളെ അറിയിക്കാനുള്ളത്. ദുബായിൽ നിന്ന് 9 നഗരത്തിലേക്കാണ് വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ മാർഗങ്ങളാണ് എയർലൈൻസ് സ്വീകരിച്ചിരിക്കുന്നത്. PPE കിറ്റുകൾ ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വിമാന സർവീസുകൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ലണ്ടൻ, ഹിത്രോ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ്, മിലാൻ, മാഡ്രിഡ്, ഷിക്കാഗോ, ടൊറന്റോ, സിഡ്നി, മെൽബൺ എന്നീ നഗരത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. UK യിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രക്കാർക്ക് കണക്ഷൻ സൗകര്യവും എയർലൈൻസ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. അതത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും യാത്രക്കാരെ അനുവദിക്കുക എന്നുള്ളതാണ് കമ്പനി നേരത്തെ തന്നെ വ്യക്തമാക്കിയ വസ്തുത. യാത്രക്കാർ വിമാനയാത്രയുടെ 4 മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തണമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. www.emirates.com എന്ന വെബ്സൈറ്റിലാണ് വിമാന യാത്രക്കാർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. എയർപോർട്ടിൽ എത്തുന്ന യാത്രക്കാരെ തെർമൽ സ്കാനിങ്ങിലൂടെ താപനില പരിശോധിച്ച ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുമാത്രമല്ല, മാസ്കും ഗ്ലൗസും നിർബന്ധമാണെന്ന കാര്യം ആരും മറക്കരുത്. ഓരോ യാത്രയ്ക്ക് ശേഷവും വിമാനത്താവളവും പരിസരവും അണുമുക്തമാക്കുന്നുമുണ്ട്. എമിറേറ്റ്സ് ജീവനക്കാർക്കുള്ള PPE കിറ്റുകൾ അധികൃതർ തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, ദുബായിൽ നിന്ന് പുറം രാജ്യത്തേക്ക് പോകുന്നവരുടെ ബാഗുകളും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഒരുങ്ങുന്നെന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലെ നിരവധി ആളുകളാണ് ദുബായിൽ വന്ന് പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിസ കാലാവധി കഴിഞ്ഞവരും അല്ലെങ്കിൽ സന്ദർശന വിസയിൽ എത്തിയവരും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും എത്തിയവരുമെല്ലാം നിരവധി ആൾക്കാരാണ് ദുബായിലുള്ളത്. ഇവർക്കെല്ലാം വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസിന്റെ വിമാന സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും ഇപ്പോൾ എമിറേറ്റ്സ് ഇത്തരത്തിൽ യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന വലിയൊരു ഉപകാരമാണ്. എന്തായാലും വിമാനത്തിനുള്ളിൽ കർശനമായും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സർവീസുകൾ നടത്തുക. അതുമാത്രമല്ല, പല അസൗകര്യങ്ങളും ഈ പ്രാരംഭഘട്ടത്തിൽ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ എന്തെല്ലാമായാലും സ്വദേശത്ത് എത്തണമെന്ന ആഗ്രഹവുമായി പറക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏത് വിധത്തിലുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും സ്വന്തം നാട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയായിരിക്കും ആഭിമുഖ്യം. അതുകൊണ്ട് തന്നെയാണ് വിമാന സർവീസ് തുടങ്ങുന്ന വാർത്ത പുറത്തു വന്നത് മുതൽ എമിറേറ്റ്സിന്റെ സൈറ്റിലേക്ക് ആളുകൾ ഇത്ര കണ്ട ഇടിച്ചു കയറാനുണ്ടായ കാരണവും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.